യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി സുപ്രീം കോടതിയിൽ ഹർജി. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലാണ് ഹർജി നൽകിയത്. ദിയാധനം ചർച്ചകൾക്കായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ഹർജിയിൽ. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണം എന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിയിലുള്ളത്? ദിവ്യ, ഇതിപ്പോൾ ഈ തിങ്കളാഴ്ചത്തേക്ക് വാദം മാറ്റിവെച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് സുപ്രീം കോടതി ഹർജി പരിഗണിച്ചത്. പ്രത്യേകിച്ച് ദയാധനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ഇടപെടൽ ഉടൻ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 5 MP കേരളത്തിൽ നിന്നുള്ള 5 MP അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് അടക്കമുള്ളവരും പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. ഈ വിഷയത്തിൽ രാജ്യത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രത്യേകിച്ച് നയതന്ത്ര മേഖലയിലൂടെയുള്ള അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിലൂടെയുള്ള ഇടപെടൽ മുഖേന മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യമനുമായിട്ടൊരു ചർച്ച നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രത്യേകിച്ച് ഈ സഹായധനം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യത്തിലൊക്കെയും അതായത് ദയാധനം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ രാജ്യത്തിന്റെ തന്നെ ഒരു നിലപാട് വ്യക്തമാക്കണമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിന്മേലാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ ഹർജി പരിഗണിച്ചത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് AGക്ക് ഒരു കത്ത് നൽകാൻ വേണ്ടിയാണ്. ഇതിൽ കൃത്യമായിട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏത് നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതൽ തുടർവാദത്തിനായിട്ട് തിങ്കളാഴ്ച ഈ ഹർജി മാറ്റിവെച്ചിരിക്കുകയാണ്. ദിവ്യ. സുപ്രീം കോടതിയിലാണ് ആക്ഷൻ കൌൺസിൽ ഹർജി നൽകിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണം, കേന്ദ്ര സർക്കാർ ഇടപെടൽ ശക്തമാക്കണം എന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.